ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ച് ധ്യാനിക്കുമ്പോൾ ചില പ്രാർത്ഥനാ സമയങ്ങളെക്കുറിച്ചും ആ പ്രാർത്ഥനാ സമയങ്ങളിൽ ഉണ്ടായ ചില ദൈവിക ഇടപെടലുകളെക്കുറിച്ചും ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ആ ഭാഗം ദൈവസന്നിധിയിലിരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഇടപെട്ട ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ സാധാരണ പറയുന്നത് പോലെ മറ്റൊരാളിൽ ആശ്രയിക്കാതെ നമുക്കെങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതിന് സഹായകരമായി തീരട്ടെ ഈ സന്ദേശങ്ങളൊക്കെ. 3 ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് പ്രത്യേകമായ ചില പ്രാർത്ഥനാ സമയങ്ങളാണ്. ആ സമയങ്ങളിൽ ഉണ്ടായ ചില പ്രത്യേക ദൈവിക ഇടപെടലുകളാണ്. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രായോഗികമാക്കാനും പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം സന്ദേശങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീക വർധനവിന് അത് സഹായകരമായി തീർന്നിട്ടുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആത്മീക ജീവൻ നിലനിർത്തുന്നത് പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥിക്കാത്തവന് ഒരിക്കലും ദൈവശബ്ദം കേൾക്കാനോ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനോ കഴിയത്തില്ല. ആ ഒരു കൂട്ടായ്മ ബന്ധം ഹൃദ്യവും ആഴവും ഊഷ്മളവുമായി തീരണമെങ്കിൽ ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. അത് വ്യക്തിപരമായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാരണം പല സ്ഥലങ്ങളിലും ശുശ്രൂഷകൾ ചെയ്ത് അനേകരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അനേകർ രൂപാന്തരത്തിലേക്കും സമർപ്പണത്തിലേക്കും ഒക്കെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ മീറ്റിങ്ങുകളിൽ പോകുന്നതിന് മുമ്പ് പല സമയങ്ങളിലും എന്നെ പരിശുദ്ധാത്മാവ് തട്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രികളിൽ എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പല ദിവസങ്ങളിലും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായി. വളരെ ലേറ്റായിട്ട് ചില സമയങ്ങളിൽ ഈ വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് 12 മണിക്കും 1 മണിക്കും ഒക്കെ കിടന്നുറങ്ങി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ശുശ്രൂഷയാണ്. ചിലപ്പോൾ കുറച്ചുകൂടെ പുലർന്നിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ ഒരു 4 മണിക്കും 4:30ക്കും ഒക്കെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തുകയും കൂടുതൽ സമയങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ചിലരോട് ഇടപെടുകയും അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവുമായിട്ട് ആഴമായ ഒരു കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുക. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാനും ഇടപെടുവാനുമായിട്ടുള്ള അവസരം നൽകി കൊടുക്കുക. ധാരാളം സമയങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നത്, ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. യേശുവിൻ്റെ പ്രഭാതങ്ങൾ, മണിക്കൂറുകൾ പിതാവുമായിട്ട് സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രാത്രികളൊക്കെ ചെലവഴിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള 3 പ്രാർത്ഥനാ സമയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയങ്ങളിൽ എന്തൊക്കെ ദൈവിക ഇടപെടലുകളാണ് നടന്നത്, എന്തുകൊണ്ടാണ് ആ സമയത്തിന് അത്രയധികം പ്രാധാന്യമുള്ളതായി കാണുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ആ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാനൊരു കാര്യം പറയാം, സമയത്തിന് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ പ്രത്യേകതകളുണ്ട്. വചനം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഒരിക്കലും ഒരു ഉപദേശമായിട്ടല്ല, ഒരു ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശമായിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ മാത്രമേ ഞാൻ ഈ ഒരു ഭാഗം കണ്ടുള്ളൂ. പുതിയ നിയമത്തിലെ മറ്റു ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അടക്കം ഉള്ളവരൊന്നും ഈ ഒരു കാര്യം, ഈ ഒരു പ്രാർത്ഥനാ സമയങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യം ഗൗരവമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനൊരു ഉപദേശമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകൾ, ആത്മീക ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുക, ചിട്ടയോടുകൂടി മുൻപോട്ട് പോവുക എന്നുള്ള ഒരു കാര്യത്തിൻ്റെ
ഒരു തിരിച്ചറിവ്, ഇതാണ് നമുക്ക് ആവശ്യം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്തേത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ. ശ്രദ്ധിക്കുക, 9-ാം മണി നേരത്തെ പ്രാർത്ഥന. എന്താണ് ഈ 9-ാം മണി എന്ന് പറയുന്നത്? 9-ാം മണി എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയാണ്. അപ്പോൾ ആ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. യഹൂദന്മാർക്ക് പകലും രാത്രിയിലും പ്രാർത്ഥനാ സമയങ്ങളുണ്ടായിരുന്നു. യാമങ്ങൾ വെച്ച് ഇത്തരത്തിലുള്ള അവർ ഓഫ് പ്രയർ, പ്രാർത്ഥനാ സമയങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രാർത്ഥനാ സമയങ്ങളിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാർ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന ആദിമകാലത്തെ ശിഷ്യന്മാർ, അവർ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവർ ആദ്യം അവരുടെ സിനഗോഗുകളിലും അല്ലെങ്കിൽ ആരാധനാലയത്തിലുമൊക്കെ ആയിരുന്നു അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിരുന്നത്. പക്ഷെ പിന്നീട് ഇവര് യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഇവരുടെ ഉപദേശവും ആരാധനാ രീതികളും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി ഇവരെ അവിടുന്ന് പുറത്താക്കുകയും പിന്നീട് അവർക്ക് അവിടെ പോകാൻ പറ്റാതെ വരികയും ചെയ്തതുകൊണ്ട് തന്നെ ആദിമകാലത്തെ ഭക്തന്മാർ പ്രാർത്ഥനയിൽ ഫോളോ ചെയ്തിരുന്നത് യഹൂദന്മാരുടെ അത്തരത്തിലുള്ള യാമപ്രാർത്ഥനകളുടെ രീതികൾ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഒരു ഉപദേശമായിട്ടോ നിർബന്ധിതമായ ഒരു കൽപ്പനയായിട്ടോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയുന്നത്. നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഉച്ചയ്ക്ക് 3 മണി ആ സമയത്ത് അവർ പോകുന്നു. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു സൗഖ്യം അവിടെ നടക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പത്രോസ് ഒരു പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹം ഒരു വെൺമാടത്തിലേക്ക് കയറി, അല്ലെങ്കിൽ ഹൗസ് ടോപ്പിലേക്ക് കയറിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്, പിറ്റേന്നാൾ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. 6-ാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതായത് ഉച്ചയ്ക്ക് 12 മണിക്കത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് മറ്റൊരിടത്ത് കാണാനായിട്ട് പറ്റും. കൊർനെലിയോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ജാതീയനായിരുന്നു, ഒരിക്കലും ഒരു യഹൂദനല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഫോളോ ചെയ്തതുപോലും യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയങ്ങളായിരുന്നു. കാരണം അദ്ദേഹം 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതന്റെ ഇടപെടിയിൽ കൊർനെലിയോസിന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകുന്നത്. അത് നമ്മൾ കാണുന്നത് 2 ഭാഗത്താണ്. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യവും. ആ വാക്യം ഇങ്ങനെയാണ്: പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നു. അപ്പോഴതും ഉച്ചയ്ക്ക് 3 മണിയാണ്. 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്, അദ്ദേഹം പറയുകയാണ് 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇനിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 3 ഭാഗങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്ന അവരുടെ ആ ഒരു പ്രാർത്ഥന സമയത്തേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 10-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ ഒരു 2 സംഭവങ്ങൾ. ഇത് ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ടായിരുന്നു, അഥവാ അവർ ഓഫ് പ്രയർ എന്ന് പറയുന്ന പ്രാർത്ഥനാ സമയങ്ങളുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ സമയങ്ങൾ പകലത്തെ യാമവുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളാണ്. അതായത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസമെന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും, വൈകിട്ട് 6 മുതൽ പുലർച്ചെ 6 മണി വരെ, അല്ലെ രാവിലെ 6 വരെയും, ഇങ്ങനെയാണ് അവരുടെ യാമത്തിന്റെ സമയങ്ങൾ നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അവർ പ്രാർത്ഥിക്കുന്നൊരു ശീലം അവർക്കുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്താണ്? ആ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് വന്നത് രാവിലെ 9 മണിക്കാണ്. കാരണം പകൽ 3-ാം മണി നേരമല്ല ആയിട്ടുള്ളൂ എന്ന് പത്രോസ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒന്ന്, ഒരു കൃത്യമായ വിശദീകരണം ഈ നടന്ന സംഭവങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ആ സമയത്തെ
എടുത്ത് ഉദ്ധരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആദിമകാലത്തെ ഭക്തന്മാർ യഹൂദന്മാരുടെ പ്രാർത്ഥന രീതികൾ തന്നെ ഫോളോ ചെയ്തു വന്നു. പിൽക്കാലത്ത് കൂടുതൽ ഈ ജാതികളിലേക്ക് സുവിശേഷം എത്തിയപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ, യഹൂദന്റെ പ്രാർത്ഥന സമയത്തിൻ്റെ പ്രാധാന്യം അവസാനിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ ദൈവിക ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ട്. കൊർന്നേലിയോസിന്റെ അടുത്ത് ദൂതൻ വരുന്നു, പത്രോസിന് ദർശനമുണ്ടാകുന്നു, പത്രോസിനെ വിളിക്കുവാനായിട്ട് ആളുകൾ ആ സമയത്ത് എത്തുന്നു, ആത്മാവ് സംസാരിക്കുന്നു. അപ്പം ഈ ഒരു ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, സമയത്തിന്റെ പ്രാധാന്യം അവിടെ നിൽക്കട്ടെ, ആ ഒരു ടൈമിന്റെ പ്രാധാന്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആത്മീക ജീവിതത്തിന്റെ അകത്ത് ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടാക്കണമെന്നുള്ളതാണ്. 119 സങ്കീർത്തനത്തിന്റെ 147 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ആ ദിവസം ആരംഭിക്കുക, ദൈവിക കൂട്ടായ്മയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുക. പകൽ സമയങ്ങളിലൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തോടുകൂടി സമയം ചെലവഴിക്കുക. അത് കൃത്യനിഷ്ഠയോടെ, സമയനിഷ്ഠയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു 2025 ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സ്വയം സംതൃപ്തരായി പല സമയങ്ങളിലും നമ്മൾ മടങ്ങിപ്പോകുന്നവരാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം മുമ്പാകെ ഒരു തീരുമാനം നമുക്കെടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അച്ചടക്കത്തോടും സമയനിഷ്ഠയോടും കൃത്യതയോടുമുള്ള ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് ഞാൻ എത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു നിലയിലുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ദൈവവചനത്തിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. കൂടുതൽ സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.